നമുക്ക് മുത്തശ്ശേരി വീട്ടിൽ പോയിട്ട് വരാം. അപ്പൊ നമ്മൾ ഷൂ എടുത്തു, പൊപ്പിച്ചെടുത്തു, നമ്മൾ കാർ കയറി പോവാണ്. അപ്പം നമ്മള് ടയറടിച്ചിട്ട് ടിക്കറ്റും തീർന്നുകൊണ്ട് പോവാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ പോകുന്നുണ്ട്. അന്നേരം അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അല്ല ഗായ്, നമ്മളുടെ മുത്തശ്ശേരിയുടെ വീട്ടിൽ എത്താറായിട്ട് ഉണ്ട് കേട്ടാ. അപ്പം നമ്മൾ എല്ലാവരും എന്നെ വെയിറ്റ് ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഹലോ ഗായ്സ്, അപ്പം നമുക്ക് അതിന് പറഞ്ഞതുപോലെ നമുക്ക് മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് പോകാം. മുത്തശ്ശി എന്ന് പറയുന്നത് എൻ്റെ അമ്മമ്മ, അമ്മേൻ്റെ അമ്മ എന്നെ എടുത്ത് വളർത്തി വലുതാക്കിയ എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മമ്മ കുറേ കാലമായി പറയുന്നു എല്ലാവരും കൂടി ഒരു ദിവസം എല്ലാവരും കൂടി വായോ 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 എന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മമ്മ വിചാരിച്ചതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനും എത്തേണ്ട അടുത്തിൽ എത്തിയിട്ടുണ്ട്. അതിനുൻ്റെ മെമ്മ, അതിനുൻ്റെ ബ്യൂട്ടി എന്നല്ല അവൻ്റെ പേര് ഹെയ്സിൻ കൃഷ് എന്നാണ്. പക്ഷേ അവൾ എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആയ സമയം മുതൽ അവനെ വിളിക്കാൻ തുടങ്ങിയത് ബ്യൂട്ടി എന്നാണ്. അപ്പോൾ അവൾ ഇപ്പോഴും വിളിക്കുന്നത് ബ്യൂട്ടി എന്നാണ്. അവൾ അവിടെ സെറ്റാണ്. നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമ്മളേ അല്ലാണ്ടാവും അല്ലേ. നമ്മൾ പഴയ നമ്മളാവും. കല്യാണത്തിന് മുന്നേ ഉള്ള ആ സൗണ്ടുള്ള ആ ഫുൾ ആക്റ്റീവായിട്ടുള്ള നമ്മളായി മാറും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ പരിപാടി എന്നാ എൻ്റെ മക്കൾ വരുന്നതുകൊണ്ട് സന്തോഷം, സമാധാനം. അമ്മേന്റെ അഭിപ്രായം എന്തെല്ലാം വിശേഷം? അല്ലേനെ കൊറേ ആയി ഇങ്ങനെ സന്തോഷിച്ചിട്ട് നിക്കാത്ത എല്ലാരും ഒപ്പരം, അതുകൊണ്ട് ഇന്ന് എല്ലാരും ഉണ്ട്. ശരി, ഓക്കെ. അമ്മക്കോ പറയും അതേ അഭിപ്രായം തന്നെ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും കൂടി ഇരുന്ന് ആ ഒരു പണ്ടത്തെ ആ വൈബിൽ ഫുഡ് കഴിക്കുമ്പോഴുള്ളൊരു പ്രത്യേക രസം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലും ഈ ഒരു ഫീല് വേറെ എവിടെയും കിട്ടില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് സമയം സൊറ പറയും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടിയുള്ള സമയത്ത് എല്ലാവരും ഉച്ചക്ക് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേ വൈബിലിരുന്ന് ഒരേ കളി കളിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹെയ്സൂഡിൻ്റെ 6th മന്ത് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അന്നത് അവിടുന്ന് കേക്ക് കട്ട് ചെയ്തു. പിന്നെ അന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പോയത്. അപ്പോൾ അതിനു ക്രിസ്മസ് പാപ്പയെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ അവൾ കണ്ട പാടെ അവൾക്ക് പേടിയായി. അവളുടെ ഏട്ടനാ അത് ക്രിസ്മസ് പാപ്പേൻ്റെ വേഷം കിട്ടിയത് അവളുടെ ഏട്ടനാണ്. പക്ഷേ ആ മുഖം മൂടി പൊന്തിച്ചിട്ട് പോലും അവൾക്ക് ആ പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് സമയമൊക്കെ അടുത്തൊക്കെ നിന്നു. എന്നാൽ അതും കഴിഞ്ഞ് നമ്മൾ കുറേ സമയം ഇരുന്ന് സംസാരിച്ച് കുറേ സമയം വർത്താനം പറഞ്ഞ് എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോയത്. അന്ന് നല്ല ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് പോയത്. അതിന് ഭയങ്കര കരച്ചിലായിരുന്നു, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരുപാട് ആൾക്കാർ അവൾക്ക് കളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവളെ പിടിച്ച് പറിച്ച് കൊണ്ടുവന്ന പോലെയാണ് പോയത്. അപ്പോൾ അന്നത്തെ ദിവസം നല്ല രസമായിരുന്നു.